അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. നിങ്ങളോട് ഉണർത്താനുള്ളത്, എല്ലാ കുട്ടികളും കിതാബ് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. ഇൻഷാഉ ത്വലബിയിലെ അവസാനത്തെ ഇനം അൻ-നിദാഉ എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഭാഗം. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. കതബ അബു ത്വയ്യിബി ഇലൽ വാലി വഹുവ ഫിൽ ഇഅ്തിഖാലി അമാലി കരിഖി വമൻ ശഅനുഹു ഹിബാതുൽ ജൈനി വഇത്ഖുൽ അബീദി ദഅഉതു കിൻദ ഇൻഖിതാഇർ റജാഇ വൽ മൗതു മിന്നി കഹബിലിൽ വരീദി. ഖാല അബു നവാസ് يا ربي إن عظمت ذنوبي كثرة ولقد علمت بأن عفواك أعظم. قال الفرزدق بي يفتخر بآبائي ويهجو جريرا أولئك آبائي فجئتني بمثلهم إذا جمعتنا يا حرير المجامع. قال آخر ويا جامع الدنيا لغيري بلاغة ലിമൻ തജ്മഉ ദുനിയ വഅൻത തമൂതു. ഇപ്പം നിദയാണ്. കാരണം നിദ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരാൾ തിരിഞ്ഞു നോക്കാൻ വേണ്ടി അവനെ വിളിക്കുന്നതിനാണ് നിദ എന്ന് പറയാം അല്ലേ. അപ്പം അത് ഇൻഷാ ത്വലബീൻ്റെ ഒരു ഇനയെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം ശ്രദ്ധിക്കും. കതബ അബു ത്വയ്യിബ്, അബു ത്വയ്യിബിൽ മുത്തനബി എഴുതി, ഇലൽ വാലി, ഗവർണറിലേക്ക്, ഭരണാധികാരിയിലേക്ക് കത്തെഴുതി. വഹുവായി അബു ത്വയ്യിബ് എന്നവർ തന്നെ ആയ സ്ഥിതിയിൽ ഫിൽ ഇഅ്തിഖാലി, അദ്ദേഹം ബന്ധനസ്ഥാനത്തിലാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ അവസരത്തിൽ അയാൾ പാടിന യാ മാലിക്കർ റഖി വമൻ ശഅനുഹു ഹിബാതുൽ ജൈനി വഇത്ഖുൽ അബീദി. യാ മാലിക് റഖി, എൻ്റെ പിരടിയെ ഉടമപ്പെടുത്തിയവനെ. റഖ് എന്ന് പറഞ്ഞാൽ ഉബൂദിയെ, തടിമത്തൊന്ന പടിമകളെ ഉടമപ്പെടുത്തുന്നവനെ എന്നർത്ഥം. അമൻ ഷഅ്നു, അമൻ ഒരുത്തനെ, ഷഅ്നു അവരുടെ കാര്യം, ഹിബാത്തുൽ ജൈനി വെള്ളികളൊക്കെ ഇങ്ങനെ ഹിബത്ത് കൊടുക്കലാണ്, സമ്മാനം കൊടുക്കലാണ്. വൈത്തക്കുൽ അബീദി അടിമകളെ മോചിപ്പിക്കലുമാണ് അവരുടെ കാര്യം തന്നെ. അങ്ങനത്തെവരെ ദഅഉതുക ഞാൻ നിങ്ങളെ ഇതാ വിളിച്ചിരിക്കുന്നു, ഇൻഖിതാഇർ റജാ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച സന്ദർഭത്തിൽ, എല്ലാ പ്രതീക്ഷകളും മുറിഞ്ഞുപോയ സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. വൽമൗത്തു മിന്നി കഹബിലിൽ വരീദി, വൽമൗത്തു മരണമാകുന്നത് മിന്നി എൻ്റെ അടുക്കൽ, കഹബിലിൽ വരീദി ഹബിലുൽ വരീദിൻ്റെ അത്ര അടുത്തിരിക്കുന്നു. ഹബിൽ വരീദ് എന്ന് പറഞ്ഞാൽ നമ്മളെ അവനക്കിലെ പെരടിയിൽ അല്ലെങ്കിൽ കഴുത്തിലുള്ള നരമ്പാണ്. അത് ഞങ്ങളെ എന്ത് ചെയ്യും, ഇതിങ്ങനെ പടക്കുന്ന അത്രമാത്രം അടുത്ത് നിൽക്കുന്ന ഒരു നരമ്പാണ് മനുഷ്യനോട്. അപ്പോൾ അതുപോലെ മരണം എൻ്റെ അടുക്കൽ അത്രമാത്രം അടുത്ത് നിൽക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നു എന്നർത്ഥം. ഖാല അബൂ നുവാസ് എന്ന കവി പാടി, യാ റബ്ബി ഇന്ന അളുമത് ദുനൂബി കസ്റതൻ ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅ്ളമു. യാ റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഇൻ അളുമത് ദുനൂബി കസ്റതൻ, ഇൻ അളുമത്ത് വണ്ണമായാൽ, ദുനൂബി എൻ്റെ തെറ്റുകൾ, കസ്റതൻ ആധിക്യത്തിനാൽ അത് എത്ര വണ്ണമായാലും, ഫലഖദ് അലിംതു നിശ്ചയം ഞാനിതാ അറിഞ്ഞിരിക്കുന്നു, ബിഅന്ന അഫ്വക അഅ്ളമു നിൻ്റെ അഫ്വ്, നീ വിട്ടുവീഴ്ച ചെയ്തതിൽ അത് അതിനേക്കാൾ മഹത്വമുള്ളതാണ്, അതിനേക്കാൾ വണ്ണമായതാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഖാൽ ഫിറസ്ദഖു, ഫിറസ്ദഖ് എന്ന കവി പാടി, യഫ്തഖിറു ബി ആബാഇഹി തൻ്റെ പിതാക്കന്മാരെ കൊണ്ട് ഫഖർ പറഞ്ഞുകൊണ്ട്, വയഹ്ജു ജരീറൻ ജരീറിനെ ആക്ഷേപിച്ചുകൊണ്ടും ഫിറസ്ദഖ് പാടി, ഉലൈക ആബാഇ ഫജ്ഇനി ബിമിസ്ലിഹിം ഇദാ ജമഅത്നാ യാ ഹരീറുൽ മജാമിഉ. കുറേ വാപ്പമാരുടെ പേര് ഇങ്ങോട്ട് എണ്ണീറ്റ് ജരീർ പറഞ്ഞു, ഫിറസ്ദഖ് പറഞ്ഞു, ഉലൈക ആബാഇ ഇതൊക്കെയാണ് എൻ്റെ വാപ്പമാർ, അതൊക്കെ എൻ്റെ പിതാക്കന്മാരാണിത്. ഫജ്ഇനി ബിമിസ്ലിഹിം, ഫജ്ഇനി ജരീര നീ കൊണ്ടുവാ, ബിമിസ്ലിഹിം ഇവരെ പോലത്തെ പിതാക്കന്മാരെ നിൻ്റെ പരമ്പരയിൽ കൊണ്ടുവരി. ഇതാ ജമഅത്ന
നമ്മളെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ യാ ജരീർ അൽ മജാമിയോ സമ്മേളന സ്ഥലം ഒരു സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഇതുപോലത്തെ പിതാക്കന്മാരെ നീ കൊണ്ടുവാടാ എന്ന് ജരീറിനോട് പറയാണ്. കാലല്ലാഹുറു വേറെ ആൾ പാടിയ യാ ജാമിയ ദുനിയ ലിഗൈരി ബലാഗത്തിൻ ലിമൻ തജ്മഅ ദുനിയ വഅൻത തമൂതു. യാ ജാമിയ ദുനിയ, അല്ലേ ദുനിയാവിനെ ഒരുമിച്ച് കൂട്ടുന്നവനെ, ലിഗൈരി ബലാഗത്തിന് ഒരു കാര്യമില്ലാതെ, ലിമൻ തജ്മഅ ദുനിയ നീ എന്തിനു വേണ്ടിയാണ് ദുനിയാവിനെ ഒരുമിച്ച് കൂട്ടുന്നത്, വഅൻത തമൂതു നീ തന്നെ മരിച്ചു പോകുന്നവനല്ലേ, പിന്നെ ഇങ്ങനെ വാരിക്കൂട്ടുന്നത് എന്തിനാണ്? അങ്ങനെപ്പോൾ ഉദാഹരണങ്ങൾ ഇനി ബഹ്സ് ശ്രദ്ധിക്കും. അൽ ബഹ്സ് ഇദാ റദുന നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇഖ്ബാല അഹദിൻ അലൈന ഒരാൾ നമ്മളെ അടുക്കിലേക്ക് മുന്നിട്ട് വരാൻ, തിരിഞ്ഞു വരാൻ, ദഅവ്നാഹു നാം അയാളെ വിളിക്കും, ബിദിക്രിസ്മിഹി അയാളുടെ പേര് പറഞ്ഞുകൊണ്ടോ, ഔ സിഫത്തിൻ മിൻ സിഫാത്തിഹി അല്ലെങ്കിൽ അയാളുടെ വിശേഷണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിശേഷണത്തെ പറഞ്ഞുകൊണ്ടോ, ബഅദ ഹർഫിന ഇബിൻ മനാബഅദു ബഅദ ഹർഫിൻ എന്തിനു ശേഷമാണ് ഈ ഇസ്മിനെ അല്ലെങ്കിൽ സിഫത്തിനെ പറയുക, ബഅദ ഹർഫിൻ ഒരു ഹർഫിന് ശേഷം, നായിബിൻ പകരം വരുന്നതായ ഹർഫ്, മനാബഅദു അതോ ഞാൻ വിളിക്കുന്നു എന്ന അർത്ഥത്തിന്, ആ അർത്ഥത്തിന് വരുന്നതിന് പകരം വരുന്ന ഒരു അക്ഷരം, യുസമ്മ ഹാദ ഈ അക്ഷരത്തിനാണ് പേര് ബിൻ നിദ, ഇതിനാണ് നിദ എന്ന പേര്. അഥവാത്തുൻ നിദായി ഈ നിദയുടെ അക്ഷരങ്ങൾ, ഇപ്പം ഈ അതോ എന്നതിൻ്റെ സ്ഥാനത്ത് വരുന്ന അതിന് പകരം വരുന്ന അർഫ് എന്ന് പറഞ്ഞല്ലോ, ആ അഥവാത്തുകൾ ഹിയാദ് അൽ ഹംസത്ത് ഒന്ന് ഹംസയാണ്, ആ മാലിക്കറ്റിക്കുന്നൊരു ഹംസല്ലേ അത്, അപ്പോൾ അതോ ഞാൻ വിളിക്കുന്നു മാലിക്കറ്റിക്കുന്ന അർത്ഥത്തിനാണിത്. വ ഐ എന്നുള്ളതാണ്, വ യാ എന്നുള്ളതാണ്, വ ആ എന്നുള്ളതാണ്, വ ആയ് എന്നതാണ്, വ അയ എന്നുള്ളതാണ്, വ ഹയ എന്നുള്ളതാണ്, വ വാ എന്നുള്ളതാണ്. അപ്പം ഇത്രയും അക്ഷരങ്ങളാണ് നിദൻ്റെ അക്ഷരങ്ങൾ. വൽ അസ്ലുഫി നിദായിൽ ഖരീബി, ഇനി വിളിക്കും നമ്മൾ അടുത്തുള്ള ആളെ വിളിക്കും, ദൂരമുള്ള ആളെ വിളിക്കും അല്ലേ, അപ്പോൾ അടുത്തുള്ള ആളെ വിളിക്കുമ്പോൾ അതിലുള്ള അസ്ല് അസ്ലാവുന്ന ഫി നിദായിൽ ഖരീബി അടുത്ത ആളെ വിളിക്കുന്നതിൽ ഉള്ള അസ്ല് ഐ യുനാദ ബിൽ ഹംസത്തി വ ഔ ഐ ഹംസ കൊണ്ടോ അല്ലെങ്കിൽ ഐ എന്ന അക്ഷരം കൊണ്ടോ വിളിക്കലാണ്. വഫി നിദായിൽ ബഈദി വിദൂരത്തുള്ള ഒരാളെ വിളിക്കുന്നിടത്ത് ഐ യുനാദ ബി ഗൈരിഹിമ ഇത് രണ്ടുമല്ലാത്ത അല്ലേ, അയ്യും ഹംസയും അയ്യും അല്ലാത്തത് കൊണ്ട് വിളിക്കലാണ്. ബിബി ബക്കയത്തിൽ അഥവാ ബാക്കി അടയാളങ്ങളുണ്ടല്ലോ കുറേ നേരത്തെ പറഞ്ഞത്, അതിൽ ഹംസയും അയ്യും അല്ലാത്തതുകൊണ്ടാണ് ബഈദിനെ വിളിക്കുക. വൈറ എങ്കിലും അന്ന ഉനാലിക്ക അസ്ബാബൻ ബലാഗിയ എങ്കിലും അന്ന ഉലാലിക്ക അവിടെയുണ്ട് അസ്ബാബൻ ബലാഗിയായ ചില കാരണങ്ങളുണ്ട്. തതോ ആ കാരണങ്ങൾ ക്ഷണിക്കുന്നു ഇല മുഖാലഫത്തി ആദൽ അസ്ലി ഈ അസ്ലിനെ എതിര് ചെയ്യാൻ. അസ്ലിപ്പോൾ അടുത്തുള്ള ആളെ വിളിക്കാൻ ഹംസയും അയ്യും ബാക്കിയൊക്കെ ബഈദ്. ഇനി ബലാഗിയായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അടുത്തുള്ള ആളെ വിളിക്കാൻ ഹംസയും അയ്യും അല്ലാത്ത അക്ഷരങ്ങൾ ഉപയോഗിക്കും. വിദൂരത്തുള്ള ആളെ വിളിക്കാൻ ഈ ഹംസയും അയ്യും ഉപയോഗിക്കും, അത് ബലാഗിയായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. വസനസ്രഹുലക്കാദിൽ അസ്ബാബ് ഈ കാരണങ്ങളാണ് നിനക്ക് വിശദീകരിച്ച് തരാൻ പോകുന്നത്. ഫീമായത്തി താഴെ പറയാൻ പോകുന്നിടത്ത് അതാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. അമ്മൽ നീ ചിന്തിച്ച് നോക്കൂ. അൽ മിസാൽ അൽ ഔവല ഒന്നാമത്തെ ഉദാഹരണം, അമാലിക്ക ദിക്കുന്ന പറഞ്ഞതിലെ തജിദിൽ മുനാദ ഫിഹി ബഈദൻ അവിടെ മുനാദ വിദൂരത്ത, കാരണം അയാളിപ്പോൾ ജയിലിലുള്ളത്, ഇപ്പം നേരെ ഗവർണറെ വിളിക്കാൻ പറ്റൂല്ല, ഒരു എഴുത്ത് എഴുതിയിട്ടോ ഒക്കെ കാരണം ഇത് കൊടുത്തയച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഈ മുനാദയെ കത്തബ എന്ന് പറഞ്ഞു എഴുതി കൊടുത്തു എന്ന്, അപ്പോൾ എടുത്തില്ലാത്ത വിദൂരത്തുള്ള ആൾക്കെല്ലാം നമ്മൾ കത്തെഴുതി തരും, അപ്പോൾ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ മുനാദ അവിടെ വിദൂരത്തുള്ള ആളാണെന്ന് മനസ്സിലായി. വലാക്കിൻ അബത്തൊയ്യീബി പക്ഷെ അബുത്തൊയ്യീബ് എന്ന കവി നാദാഹു ബിൽ ഹംസത്തി അവിടെ അദ്ദേഹത്തെ വിളിച്ചത് ഹംസ കൊണ്ടാണ്, ബഈദിലുള്ള ആൾ വിളിക്കേണ്ടതല്ല, അത് കരീബിലുള്ള ആളെ വിളിക്കാനാണ്. അൽ മൗദൂഅത്തിൽ ഖരീബാണോ കരീബിലുള്ള അടുത്തുള്ള ആളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഹംസയാണ് ബഈദായ ആളെ വിളിക്കാൻ അവിടെ ഉപയോഗിച്ചത്. ഫമസ്സബുൽ ബലാഗിയുഹുന ഇവിടെ എന്താണ് ആ ബലാഗിയായ കാരണം അങ്ങനെ തിരിച്ചു വിളിക്കാൻ? അസ്സബബു കാരണം അന്ന അബുത്തൊയ്യിബ് അറാദ അദ്ദേഹം ഉദ്ദേശിച്ചത് യുബയ്യിന വിശദീകരിക്കാനാണ് അന്നൽ മുനാദ അലർറഗ്മി മിൻ ബഅദിഹി ഫിൽ മക്കാനി ഈ മുനാദ വിളിക്കപ്പെടുന്ന ആൾ അലർറഗ്മി മിൻ ബഅദിഹി മിൻ മക്കാനി സ്ഥാനത്തിൽ നോക്കുമ്പോൾ അയാൾ വിദൂരത്താണെങ്കിൽ തന്നെയും ഖരീബുൻ അയാൾ വളരെ അടുത്ത ആളാണ്, മിൻ ഖൽബിഹി തൻ്റെ ഹൃദയത്തിൽ അയാൾ വളരെ അടുത്ത ആളാണ്, മുസ്തഹദിറുൻ ഫീ ദിഹ്നിഹി എപ്പോഴും തൻ്റെ നഫ്സിലിങ്ങനെ തൻ്റെ ബോധത്തിലിങ്ങനെ അദ്ദേഹത്തിനെ ഹാജറാക്കുന്നവനാണ്, ലാ യഗീബു അൻ ബാലിഹി തൻ്റെ ഹൃദയത്തെ തൊട്ട് ഒരിക്കലും അദ്ദേഹം പുറത്തു പോകുന്നില്ല എന്ന് അറിയിക്കാൻ വിശദീകരിക്കാനാണ് അങ്ങനെ ഉപയോഗിച്ചത്. ഫക്കാന്നഹു ഹാദിറുൻ മഅഹു അപ്പോൾ ഫക്കാന്നഹു ഈ മുനാദ വിളിക്കപ്പെടുന്ന ആളായതുപോലെ ഹാദിറുൻ സാന്നിധ്യമുണ്ട് മാവു അദ്ദേഹത്തിൻ്റെ കൂടെ മി മക്കാനിൻ വാഹിദിൻ ഒരേ സ്ഥലത്ത് കൂടെ ഉള്ളതുപോലെ
എന്ത് ചെയ്തു? അദ്ദേഹം പറയാണ്, വാദി ലത്തീഫത്തുൽ ബലാഗിയ, ഇതാണ് ബലാഗിയായ ഒരു കാരണം. തസവ്വീഖുൽ ഇസ്തിമാൽ ഹംസത്തി, ഹംസ ഉപയോഗിക്കൽ അത് അനുവദനീയമാക്കും. ഐ എന്നതിനെയും ഫി നിദാഇൽ ബഈദി, ബഈദിനെ നിദ ചെയ്യുന്നിടത്ത് ഹംസയെയും അയ്യനെയും ഉപയോഗിക്കലിന് അനുവദനീയമാക്കുന്ന ബലാഗിയായ ആ കാര്യം ഇതാണ്. അതായത് അയാൾ സംഭവം യഥാർത്ഥത്തിൽ വിദൂരത്താണെങ്കിലും ഈ പറയുന്ന ആളുടെ ഹൃദയത്തിൽ എപ്പോഴും കൂടെയുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? അദ്ദേഹം എടുത്തുള്ള ലഫ്സ് വെച്ചു വിളിച്ചു. ഇനി ഒന്നുറിൽ അംസലത്തി സലാസത്തിൽ ബാക്കിയ, ബാക്കിയുള്ള 3 ഉദാഹരണങ്ങളിലേക്ക് നോക്കൂ. തജിദിൽ മുനാദ, അവിടെയൊക്കെ വിളിക്കപ്പെടുന്ന ആൾ ഫി കുല്ലി മിന്ന ഖരീബൻ, എല്ലായിടത്തും ഖരീബ. ഒന്ന് അള്ളാഹുവാണ്, അള്ളാഹ് പറഞ്ഞാൽ ഞാൻ ഖരീബ എന്നാണ് പറഞ്ഞതില്ലേ. പിന്നെ ഏതാണ്? ഫിറസ്ദക്ക് ആരാണ്? ജരീറിൻ്റെ അടുത്ത് പറയണ, അടുത്തുള്ള ആളടുത്താണ്. അതുപോലെ തന്നെ മറ്റൊരാൾ ചങ്ങാലത്ത് പറയാണ്. അപ്പോൾ അവിടെയൊക്കെ മുനാദ ഖരീബ. വലാക്കിനിൽ മുത്തക്കല്ലീമ, പക്ഷെ മുത്തക്കല്ലീമ് ഇസ്താമലത്ത് ഫിഹ ഹുറുഫ് നിദായിൽ മൗളൂഅത്തിൽ ബഈദി, ബഈദിന് വേണ്ടി വെക്കപ്പെട്ട എന്താണ് യാ എന്ന് പറയുന്ന അയ എന്ന് പറയുന്ന വിദൂരത്തിനെ വിളിക്കാൻ വെച്ച വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫമാ സബബു ഹാദ, അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? അസബബു, ഇവിടെ കാരണം അന്നൽ മുനാദ ഫി മിസാലി സാനി, രണ്ടാമത്തെ ഉദാഹരണത്തിൽ യാ റബ്ബി നളുമത്ത് എന്ന് പറഞ്ഞില്ലേ, അവിടെ മുനാദ വിളിക്കപ്പെടുന്ന ആള് ജലീലുൽ ഖദ്രി, സ്ഥാനം മഹത്വമുള്ളവനാണ്. ഖതീറു ഷഅ്നി, വളരെ പ്രാധാന്യമുള്ള വളരെ ഉയർന്ന ആളാണ്. ഫകഅന്നഹു ബുഅദു ദറജതിഹി ഫിൽ ഇൽമി, അപ്പോൾ അള്ളാഹിനെ വിളിക്കുന്നത്, അപ്പോൾ അള്ളാഹു മഹത്വമുള്ളവനും ഷഅ്ന് ഖതീറായ ആളുമാണ്, പ്രാധാന്യമുള്ളവനുമാണ്. അപ്പോൾ ഫകഅന്ന ബുഅദു ദറജതിഹി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ വിദൂരത, ഫിൽ ഇൽമി, അദ്ദേഹത്തിൻ്റെ ആ ബഹുമാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ മാറ്റം, അത് ബുഅദുൻ ഫിൽ മസാഫത്തി, അത് ദൂരത്തിലും ആ വിദൂരത ഉണ്ട് എന്ന് കണക്കാക്കുകയാണ്. വലുതാലിക്ക്, അതുകൊണ്ട് ഇഖ്താറൽ മുത്തക്കല്ലിമു തിരഞ്ഞെടുത്തു ഫി നിദാഇഹി, അദ്ദേഹത്തെ വിളിക്കുന്നിടത്ത് അല്ലെങ്കിൽ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അൽ ഹർഫലിൽ മൗദൂഇ നിദാഇൽ ബഈദ്, ബഈദിനെ വിളിക്കുന്ന ആ വാക്ക് ഉപയോഗിച്ചു. ലി യുഷീർ, അത് സൂചിപ്പിക്കാനാണ്. ഇലാദ ഷഅ്നി റഫീഇ, ആ ഉയർന്ന സ്ഥാനം. അദ്ദേഹം അടുത്തുള്ള ആളാണെങ്കിൽ തന്നെ അദ്ദേഹം ഈ വിളിക്കുന്ന ആളേക്കാൾ എത്രയോ സ്ഥാനം ഉന്നതനാണ്, എത്രയോ മഹത്വം കൂടിയ ആളാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്തുള്ള ആളെ വിദൂരത്തുള്ള ആളെ വിളിക്കുന്ന ലഫ്സ് കൊണ്ട് വിളിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തെ അറിയിക്കാനാണ്, ഉയർന്ന സ്ഥാനത്തിലേക്ക് സൂചിപ്പിക്കാനാണ്. അമ്മാ ഫിൽ മിസാലി സാലിസി, അപ്പോൾ മൂന്നാമത്തോടത്തോ ഫലിയന്നൽ മുഖാത്തബ് ഫിഅ്തിഖാദിൽ മുത്തക്കല്ലിമിൻ്റെ വിശ്വാസത്തിൽ ഈ മുഖാത്തബ് വദീഉ ഷൈനി, സ്ഥാനം വളരെ കുറവാണ്. ജരീറിന് ഫിറസ്ദക്കിന് ജരീറിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ജരീറിന് തീരെ സ്ഥാനമല്ല, താഴ്ന്ന ആളാണ്. സഗീറുൽ ഖദർ, അദ്ദേഹത്തിന് മഹത്വം തീരെ കുറവാണ്. ഫക്കാന്നോ ബുഅദു ദറജതിഹി, അപ്പോൾ തൻ്റെ സ്ഥാനത്തിൻ്റെ വിദൂരത, ഫിനഹിത്വാത്തി, ഈ കുറവിൽ ബൂദും ഫിൽ മസാഫത്തി, അതും എന്തേ കണക്കൂട്ടി, വിദൂരത സ്ഥാനത്തിൽ കൂടുതലുള്ളതായിട്ട് കണക്കൂട്ടി. അമ്മാ ഫിൽ മിസാലിൽ അഖീരി, അപ്പോൾ അവസാനത്തോടത്ത് ഫലി അന്നൽ മുഖാത്തബിലി ഗഫ്ലത്തിഹി, അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കാരണം കൊണ്ട്, വദുഹൂലിഹി, അദ്ദേഹത്തിൻ്റെ ഈ അറിവില്ലായ്മ, ഈ അശ്രദ്ധ അവബോധം കൊണ്ട്, കന്നൗ, അദ്ദേഹം ഗൈറു ഹാദിരിൻ മഅൽ മുത്തകല്ലിമിൻ്റെ കൂടെ ഹാദറില്ലാത്തതുപോലെ, ഫി മക്കാനിൻ വാഹിദിൻ, ഒരേ സ്ഥലത്ത് ഇപ്പോൾ ഹാദറില്ലാത്തതുപോലെ കൂട്ടണം. അപ്പോൾ അയാൾ ഏതോ ഒരു ലോകത്താണ് എന്നർത്ഥം. ഒക്കെ തഖറജ അൽഫാദുൻ നിദായി, അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഇതുകൊണ്ടാണ് എന്തായത് ഈ ഖരീബിനെ വിളിക്കേണ്ടടുത്ത് നിദാ ബഈദിൻ്റെ ലഫ്സ് വെച്ച് വിളിച്ചതെന്നർത്ഥം. ഇനി വക്കത്ത് തഖ്റുജു, ചിലപ്പോൾ പുറത്തു പോകും, അൽഫാദുൻ നിദയുടെ അക്ഷരങ്ങൾ അൻ മഅന അൽ അസ്ലി, അതിൻ്റെ അസ്ലിയായ മാനയെ തൊട്ട്, ഒവ്വ തൊലബുൽ ഇഖ്ബാലി ഇല മആനിൻ, അല്ലേ, എന്ത് ചെയ്യും? ഇക്ബാൽ എന്ന മുന്നിട്ട് വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അതിനെ തൊട്ട് ചില ഇല മആനിൻ ഉഖറ, വേറെ ചില അർത്ഥങ്ങളിലേക്ക് ചിലപ്പം പോകും. തുസ്തഫാദുമില്ല ഖറായിനി, അത് അവിടുന്ന് കിട്ടും, സന്ദർഭത്തിൽ നിന്ന് കിട്ടും. മിനാദൽ മആനി, ആ മാനകളിൽപ്പെട്ടാണ് മായത്തി താഴെ വരുന്നത്. ഒന്ന് അസ്സജ്റു, ഒരു കാര്യം വിലക്കുക. കൗലിഹി യാ ഖൽബു വൈഹക മാ സമഅത മിൻ നാസിൻ ലമ്മർതമൈത വലത്തഖൈത മലാമ, യാ ഖൽബു, ഹൃദയമേ, വൈഹക, നിനക്ക് നാശം, മാ സമയത്ത ലിനാസിഹിൻ, നീ ഉപദേശകനെ കേട്ടില്ല, ലമ്മർത്തമൈത്ത, നീ ആക്ഷേപിച്ചപ്പോൾ, വലത്തഖൈത, നീ സൂക്ഷിച്ചില്ല, മലാമൻ, ആക്ഷേപത്തെ സൂക്ഷിക്കുകയും ചെയ്തില്ല എന്നാ. അപ്പോൾ സജ്റാണ്, വിലങ്ങലാണ്. അടുത്ത തഹസ്സുറ തവജ്ജു, വേദന അറിയിക്കുക, വിഷമം അറിയിക്കുക. നബു കൗലിഹി വയാ ഖബറ മാനിൻ കൈഫ വാറൈത ജൂദഹു ഫഖദ് കാന മിൻഹുൽ ബർറു വൽ ബഹ്റു മുത്റാ, അയാ ഖബറ മാൻ, ഓ മാനിൻ്റെ ഖബറെ, കൈഫ വാറൈത ജൂദഹു, എങ്ങനെയാണ് നിൻ്റെ ധർമ്മത്തിനെ അവർ മൂടിയത്, ഫഖദ് കാന മിൻഹു, അവനിൽ നിന്നാണല്ലോ അൽ ബർറു വൽ ബഹ്റു മുത്റാ, കരയിലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായത്. അപ്പം അവിടെ ദുഃഖം അറിയാൻ, മരിച്ചുപോയ ദുഃഖം അറിയിക്കാൻ. അടുത്ത ഈ ഇഗ്റാ, പ്രേരിപ്പി, ഒരു കാര്യത്തിൽ പ്രേരിക്കാൻ വേണ്ടി പറയും. കൗലിക്ക
നീ പറയുന്നത് പോലെ ലിമൻ അക്ബല എത്തകതല്ലമു അക്രമം ഏറ്റിട്ട് അക്രമം തന്നെ മറ്റുള്ളവർ ആക്രമിച്ചു. അപ്പം അക്രമം ഏറ്റുവാങ്ങിക്കൊണ്ടൊരാൾ വന്നു. അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞു യാ മദ്ലൂമ് തക്കല്ലം, യാ മദ്ലൂമെ ആക്രമിക്കപ്പെട്ടവനെ സംസാരിക്കടോ, എന്ത് പറ്റിയെന്ന് പറയും കണ്ടോ എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇങ്ങനെ പല അർത്ഥങ്ങളും മറ്റൊരുത്തർ നമ്മളെ തിരിഞ്ഞു നോക്കലായി നമ്മളിലേക്ക് മുന്നിട്ട് വരലല്ലാത്ത ഇങ്ങനെ ചില സാന്ദർഭികമായ അർത്ഥങ്ങളുണ്ടാവും. അൽ ഖവായിദു ഖായിദ. നിദാവ് നിദ എന്ന് പറഞ്ഞാൽ തൊലബുൽ ഇഖ്ബാലി മുന്നിട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടലാണ്. ബി ഹറഫിന് ഒരു അർഫ് വെച്ചുകൊണ്ട് നായിബിൻ മനാബ അതോ ഞാൻ വിളിക്കുന്നു എന്നതിന് പകരം നിൽക്കുന്ന ഒരു അർഫ് കൊണ്ട് ഒരാൾ നമ്മളെ മുമ്പിലേക്ക് തിരിഞ്ഞു വരാൻ മുന്നിട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടലാണ് നിദ. അഥവാ നിദായി സമാനിൻ നിദൻ്റെ അക്ഷരങ്ങൾ 8 ഉണ്ട്. അൽ ഹംസത്തു വ ഐ വയ വ ആ വ ആയ് വ അയാ വ ഹയാ വ വ ഇതൊക്കെയാണ് നിദയുടെ അക്ഷരങ്ങൾ. വൽ ഹംസത്തു വൈ ലി നിദായിൽ ഖരീബി, ഹംസയും ഐയും അടുത്തുള്ള ആളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. വഗൈറുഹുമ ഇത് രണ്ടുമല്ലാത്തത് ലി നിദായിൽ ബഈദി വിദൂരത്തുള്ള ആളെ വിളിക്കാനാണ് ഉപയോഗിക്കുക. വഖദി യുനസ്സലുൽ ബഈദു ചിലപ്പോൾ ഇനി വിദൂരത്തുള്ള ആളെ തന്നെ മൻസിലത്തുൽ ഖരീബി അടുത്തുള്ള ആളെ സ്ഥാനത്ത് ഇറക്കും. ഫയുനാദ എന്നിട്ട് വിളിക്കപ്പെടും ബിൽ ഹംസത്തി ഐ ഹംസ കൊണ്ടും ഐ കൊണ്ട് വിളിക്കപ്പെടും. ഇഷാറത്തൻ എന്തിനു വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടി ഇലാ ഖുർബിഹി മിനൽ ഖൽബി, ഇലാ ഖുർബി അദ്ദേഹം അടുത്ത ആളാണ് എന്ന്, മിനൽ ഖൽബി ഹൃദയത്തിൽ അടുത്ത ആളാണ് എന്നറിയിക്കാൻ വേണ്ടി. വഹുദൂരി ഫിദ്ദീനി ദിഹിനിൽ ഹൃദയത്തിൽ അയാൾ എപ്പോഴും ഹാദറാണ് എന്നറിയിക്കാൻ വേണ്ടി ചിലപ്പം ബഈദിനെ ഖരീബിൻ്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് ഖരീബിനെ വിളിക്കേണ്ട ലഫ്ദ് കൊണ്ട് വിളിക്കും. വഖദി യുനസ്സലുൽ ഖരീബു ഇനി ചിലപ്പോൾ ഖരീബായ അടുത്തുള്ള ആളെ ഇറക്കും. മൻസിലത്തുൽ ബഈദി വിദൂരത്തുള്ള ആളെ സ്ഥാനത്ത് ഇറക്കും. എന്നിട്ട് ഫയുനാദ ബി ഗൈരിൽ ഹംസത്തി വ ഐ അയ്യും ഹംസയും അല്ലാത്ത വിദൂരത്തുള്ള ആളെ വിളിക്കുന്ന നിദൻ്റെ അക്ഷരം കൊണ്ട് വിളിക്കും. അത് ഇഷാറത്തൻ ഇല ഒലുവി മർത്തബത്തിഹി അദ്ദേഹത്തിൻ്റെ സ്ഥാനം അത്രമാത്രം ഉയർന്നിരിക്കുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടും ആവിൻ ഹിതാത്തി മൻസിലത്തിഹി അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടോ ഔ ഗഫലത്തി വശുറൂദി ദീനിഹി അല്ലെങ്കിൽ അദ്ദേഹം അശ്രദ്ധവാനാണ്, ഹൃദയം ഇവിടെ ഹാദറല്ല, അയാൾ വേറെ എവിടെ ലോകത്താണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാകാം എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്, അങ്ങനെ പറയുന്നത്. ഇനി യഖ്റുജുൻ നിദാവു നിദ ചിലപ്പോൾ പുറത്തു പോകും. അൻ മഅനാഹുൽ അസ്ലി അസ്ലിയായ അതിൻ്റെ മാനയെ തൊട്ടില്ല മഅനിൻ ഉഖറ മറ്റ് ചില അർത്ഥങ്ങളിലേക്ക്. തുസ്തഫാദു മിനൽ ഖറാഇനി അത് നമ്മുടെ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകും. ആ നിലയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം അങ്ങനെയും ഉപയോഗിക്കാം. അതിന് ഉദാഹരണം കസ്സജ്രി വത്തഹസ്സുരി കല്യ ഖറായി സജ്രി ഒരു കാര്യം വിരോധിക്കൽ വെടിയൽ പോലെ, വത്തഹസ്സുരി ദുഃഖമറിയിക്കൽ പോലെ, വലിയ ഖറായി മറ്റൊരു കാര്യത്തിൽ പ്രേരിപ്പിക്കൽ പോലെ. അപ്പം ഇങ്ങനത്തെ ചില ലക്ഷ്യങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ടാവാം നമ്മുടെ ഈ നിദ സാന്ദർഭികമായിട്ട് കിട്ടാം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പാഠം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഈ നിദൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഇത്. അപ്പോൾ ഖരീബിനെ വിളിക്കേണ്ട അക്ഷരം ഏത്, ബഈദിനെ വിളിക്കേണ്ടത് ഏത്, അതേപോലെ എന്തുകൊണ്ട് ഖരീബിനെ വിളിക്കേണ്ടവർത്തിന് ബഈദിനെ വിളിക്കുന്ന ലഫ്ദ് ഉപയോഗിച്ചു, നേരെ തിരിച്ച് എന്തുകൊണ്ട് ഉപയോഗിച്ചു, അതുപോലെ സാന്ദർഭികമായി നിദ കൊണ്ട് കിട്ടുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നാളെ നോട്ടിൽ പോയിൻ്റായി എഴുതി അറിയിക്കുക. തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.